അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും അളവറ്റ് പെയ്തിറങ്ങിക്കൊണ്ടിരുന്ന പരിശുദ്ധ റമളാൻ, വിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ വിളവെടുപ്പ് കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ റമളാൻ, നന്മകൾക്ക് എത്രയോ ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട നാളുകൾ, പരിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ശ്രേഷ്ഠമായ നാളുകൾ, പകൽ വ്രതമനുഷ്ഠിച്ചും രാത്രി ദീർഘമായി നിന്ന് നമസ്കരിച്ചും വാക്കും നാക്കും നോക്കും എന്ന് വേണ്ട എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കി പൂർണ്ണമായ ഒരു പരിശീലന കളരിയായി നമുക്ക് ലഭ്യമായ പരിശുദ്ധ റമളാൻ നമ്മളോട് വിട പറയുകയാണ്. സത്യത്തിൽ റമളാൻ വിട പറയുമ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു ചെറിയ നൊമ്പരം അനുഭവപ്പെടാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, റമളാൻ മാസം ഇനിയും വരും, ഒരു വർഷം കഴിയുമ്പോൾ. അന്ന് ആരൊക്കെ ജീവിച്ചിരിക്കുന്നുവോ അവരൊക്കെ നോമ്പനുഷ്ഠിക്കും. റമളാന്റെ ധന്യത, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പവിത്രത അവർ ആർജിച്ചെടുക്കും, പുണ്യം നേടും. പക്ഷേ ഇപ്പോൾ ഈ വർഷം വ്രതമനുഷ്ഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം റമളാൻ വരുമ്പോൾ നമ്മളിൽ ആരൊക്കെ ഉണ്ടാകും, ഞാൻ ഉണ്ടാകുമോ എന്ന ഭയമാണ് എൻ്റെ മനസ്സിൽ ഈ നൊമ്പരത്തിന് കാരണം. അങ്ങനെ ഓരോ വിശ്വാസിയും മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് റമളാൻ വിട പറയുമ്പോൾ ഒരു ചെറിയ ഒരു വേദന നമുക്ക് തോന്നിപ്പോകുന്നത്. വിശ്വാസികൾക്ക് ഉറപ്പായി ഉണ്ടാകും. കാരണം ഇത്രയും നല്ല നാളുകൾ ഇനി തിരിച്ചു കിട്ടാൻ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. ഇതിനിടയിൽ ഐച്ഛികമായ നോമ്പുകളുണ്ട്, അതൊരിക്കലും റമളാനിലെ നോമ്പുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. എല്ലാ നല്ല കർമ്മങ്ങളും നിലനിർത്തി പോകണം, പക്ഷെ റമളാനുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് അടുത്ത റമളാനിൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയപ്പാടാണ് പലപ്പോഴും ഈ റമളാൻ വിട പറയുന്ന സന്ദർഭത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ നോവായി വന്ന് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഈ റമളാൻ വിട പറയുമ്പോൾ ഇന്ന് 27ാമത്തെ നോമ്പിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ നോമ്പ് വിട പറയും. പിന്നെ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം. ഈ സന്ദർഭത്തിൽ നോമ്പ് വിട പറയുന്ന ഈ വേളയിൽ നോമ്പനുഷ്ഠിച്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പനുഷ്ഠിക്കാത്തവരെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും നോമ്പിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നവരെക്കുറിച്ചും ഒന്നും ചർച്ച ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ വ്രതാനുഷ്ഠാന കാലം, ഈ ഒരു മാസക്കാലം നമുക്ക് അല്ലാഹു കനിഞ്ഞു നൽകിയ ഈ രാപ്പകലുകൾ, അതിനോട് അതിൻ്റെ പ്രതിബദ്ധത നിറവേറ്റി പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിച്ച, നോമ്പനുഷ്ഠിച്ചും രാത്രി നമസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും പാപമോചനം തേടിയും പശ്ചാത്തപിച്ചു മടങ്ങിയും നന്മകൾ ചെയ്തും ദാനധർമ്മങ്ങൾ ചെയ്തും സക്കാത്ത് കൊടുത്തും അങ്ങനെ ചെയ്യാവുന്ന സർവ്വ നന്മകളും ഇഫ്താർ നടത്തിയും മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചും മറ്റുള്ളവരുടെ വേദനകൾ അകറ്റിയും അവരുടെ പട്ടിണി അകറ്റിയും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റമളാൻ വിട പറയുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ ഒരു പുനർവിചിന്തനത്തിൻ്റെയും ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെയും മണിക്കൂറുകളായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചു. ഈ വ്രതാനുഷ്ഠാനം അതിൻ്റെ എല്ലാ രൂപത്തിലും നമുക്ക് ഉപകാരപ്പെട്ടതായിരുന്നുവോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചത്, ആ രൂപത്തിൽ ഒരു പ്രയാസവുമില്ലാതെ ഒരു കളങ്കവുമില്ലാതെ വ്രതാനുഷ്ഠാനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ? നമ്മുടെ നാക്ക് സുരക്ഷിതമായിരുന്നുവോ? ബാഹ്യമായ കുറേ കാര്യങ്ങളിൽ മാത്രം
ബാഹ്യമായി ഭക്ഷണം, പാനീയം തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും നോമ്പിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ ചൈതന്യം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അതിന്റെ സത്ത, ആ സത്തയ്ക്ക് ഹാനികരമാകുന്ന നിലയിൽ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ സമീപനമോ നോമ്പിന് അതിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന നിലയിൽ നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നൊരു പരിശോധന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി അതിനെന്താണ് പരിഹാരം എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യണം. കാരണം നമ്മൾ വ്രതാനുഷ്ഠാനത്തിലൂടെ ലക്ഷ്യം വെച്ചത് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗമാണ്. അത് ലഭിക്കണമെങ്കിൽ ഈ നോമ്പാകണം. അതുപോലെ നോമ്പ് കാലത്ത് ചെയ്ത ഓരോ കർമ്മങ്ങളും ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ ആയിരുന്നുവോ എന്നുള്ള ഒരു ആത്മപരിശോധന അത് എപ്പോഴും ആവശ്യമാണ്. ഈ നോമ്പ് ലാഭമായിരുന്നുവോ, ഈ റമദാൻ ലാഭമായിരുന്നുവോ നഷ്ടമായിരുന്നുവോ? ഓരോ ദിവസവും ഒരു കച്ചവടക്കാരൻ വൈകുന്നേരമാകുമ്പോൾ കട കൂട്ടാവുന്ന വേളയിൽ അദ്ദേഹം അന്നത്തെ വരവ് എത്ര രൂപയ്ക്ക് വിറ്റു, അതിൽ ഞാൻ മുടക്കിയതിൽ നിന്ന് എത്ര എനിക്ക് ലാഭം കിട്ടി എന്ന് നോക്കി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അത് പരിഹരിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി ആയിരിക്കും ഒരു വ്യാപാരി കിടന്നുറങ്ങുക. ഒരു നോമ്പനുഷ്ഠിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങൾ എനിക്ക് ലാഭകരമാണോ അതല്ല നഷ്ടമാണോ എന്ന ഒരു പരിശോധന, അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനാണ് ആത്മപരിശോധന, മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയാറുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു അഅ്മാലക്കും ഖബ്ല അൻ തുസനു. നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക. നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഒന്ന് തൂക്കി നോക്കുക നിങ്ങളുടെ അമലുകളെ കുറിച്ച്. ഇതാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതുപോലെ തന്നെ നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ശുപാർശക്കനായി വരുമെന്നും അതോടൊപ്പം പരിശുദ്ധ ഖുർആൻ വരുമെന്നും ഒക്കെ നമ്മൾ ഈ റമദാന്റെ നാളുകളിൽ കേട്ടതാണ്. ആ രൂപത്തിലുള്ള ഒരു നോമ്പ് തന്നെ ആയിരുന്നുവോ നമ്മുടെ നോമ്പ്? ആ രൂപത്തിലുള്ള ഒരു ഖുർആനുമായിട്ടുള്ള ബന്ധമായിരുന്നുവോ നമ്മളേത്? നാം ഒന്ന് ആലോചിച്ച് നോക്കുക. നോമ്പും ഖുർആനും, അസ്സിയാമു വൽ ഖുർആനും, നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരായി വരുമെന്നും നോമ്പ് പറയും, അള്ളാഹുവേ, ഐ റബ്ബി, എന്റെ രക്ഷിതാവേ, ഞാനാണ് ഇവന്റെ ഭക്ഷണം തടഞ്ഞത്, ഞാനാണ് ഇവന്റെ പാനീയം തടഞ്ഞത്, ഞാനാണ് ഇവന്റെ ശാരീരികമായ ലൈംഗികമായ തൃഷ്ണയ്ക്ക് കടിഞ്ഞാണിട്ടത്, അതവൻ പാലിച്ചിട്ടുണ്ട്, എന്റെ ശുപാർശ നീ സ്വീകരിച്ചാലും എന്ന് പറയുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ശുപാർശ സ്വീകരിക്കപ്പെടാൻ പാകത്തിൽ നമ്മളുടെ നോമ്പായിരുന്നുവോ ആലോചിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം. മറ്റൊന്ന്, രാത്രികാലങ്ങളിൽ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തുമൊക്കെ ഉറക്കമിളച്ച് ഖുർആനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് ഖുർആൻ പറയുക, പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവേ, ഞാൻ കാരണമാണ് ഇവൻ ഉറക്കമിളച്ചത്. എത്ര ഉറക്കമിളച്ചു പ്രിയമുള്ളവരെ ഈ റമദാന്റെ രാത്രികളിൽ, എത്ര ഉറക്കമിളച്ചു ഖുർആനുമായി ബന്ധപ്പെട്ട്. നമ്മളൊക്കെ സാധാരണ ഒരു ഇശാ നമസ്കാരം ഒരു 8-8:30 ഇശാ നമസ്കരിച്ച് വീടുകളിലേക്ക് ചേക്കേറുന്ന നമ്മൾ റമദാനായപ്പോൾ പള്ളികളിലുള്ള തറാവീഹ് നമസ്കാരത്തിന് ഇമാമും ജമാഅത്തുമായി പങ്കെടുത്ത് ഈ 8:30 മണിയുടെ കൂടെ ഏറിയാൽ 1 മണിക്കൂർ കൂടെ കൂട്ടിയാൽ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഉറക്കമൊഴിക്കൽ ഈ റമദാന്റെ നാളുകളിൽ നമുക്കുണ്ടായിരുന്നുവോ? എങ്കിലല്ലേ ഖുർആൻ നമുക്ക് ഇവൻ ഉറക്കമൊഴിച്ചു, എന്നെ പാരായണം ചെയ്തിട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ നിലയിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം, എത്ര രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ 10 ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിലെങ്കിലും, നിർണയത്തിന്റെ രാത്രികളിലെങ്കിലും ഉറക്കം ഒഴിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തും പാപമോചനം തേടിയും പശ്ചാത്തപിച്ചും ദാനധർമ്മം ചെയ്തും തസ്ബീഹുകളും തഹ്ലീലുകളും പ്രാർത്ഥനകളും ഒക്കെയായി കുറച്ചു നേരമെങ്കിലും ഉറക്കമൊഴിച്ച് പള്ളികളിൽ എഴുത്തിക്കാഫിരുന്നു കൊണ്ട് ആ ഉറക്കമെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവോ ആലോചിച്ചു നോക്കുക. നാം ഇവിടെ നമുക്ക് ഒരു ചോദ്യം നമ്മുടെ സ്വന്തം ഹൃദയത്തോട് മനസ്സിനോട് നാം ചോദിച്ചിട്ട് നമുക്കൊരു തൃപ്തികരമായ ഉത്തരമല്ല ലഭിക്കുന്നത് എങ്കിൽ നോമ്പും ഖുർആനും ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞ ആ വൃത്തത്തിൽ ഞാനോ നിങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവില്ല. വളരെ ഗൗരവത്തോടുകൂടി ആ പരിശോധന നാം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കർമ്മങ്ങൾ, ഖൈറുകൾ എത്ര ചെയ്താലും ആ നന്മകൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാനും അതിൽ മത്സരിക്കാനുമാണ് നമ്മളോട് പറഞ്ഞത്. വസാരിഉ
ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമികളുടെ വിശാലതയാണ്. ആ സ്വർഗത്തിലേക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക. ഒരു നിമിഷം പോലും നിങ്ങൾ വൈകിക്കരുത്. അതിൽ ധൃതിപ്പെട്ടു വരണം. അതിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണം. എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള വേവലാതിയോടുകൂടി ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. ഇവിടെ മുത്തഖീങ്ങൾക്കാണ് അത് സജ്ജമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അതിൽ പെടാൻ നമുക്ക് കഴിഞ്ഞോ? ഇപ്പൊ നമ്മൾ റോഡിൽ വാഹനങ്ങളുമായി താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണയായി വാഹനങ്ങൾക്ക് 70 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 80, ഇന്ന സ്ഥലത്ത് ഇത്ര, ഇന്ന റോഡിൽ ഇത്ര സ്പീഡേ പാടുള്ളൂ. അതിനപ്പുറം സ്പീഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരും. അല്ലെങ്കിൽ പിന്നെ ക്യാമറകളുടെ കണ്ണുകളിൽ പെട്ടിട്ട് അതിന് നാം പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് മറ്റു പരിഹാരങ്ങൾ കാണേണ്ടി വരും. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കൽ ഒരു പൗരൻ എന്നുള്ളതിൽ നമ്മുടെ ബാധ്യതയാണ്. 80 കിലോമീറ്റർ ഓടിക്കാൻ പാടുള്ളൂ എന്നൊരു സ്പീഡ് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ 120 ഓടിച്ചാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കുക, ഓടിക്കുന്നവരും അനുഭവിക്കും, സമൂഹവും അനുഭവിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് നാം പാലിക്കണം. ഞാനിത് സൂചിപ്പിച്ചെന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക്, യാത്രകളിലേക്ക്, വാഹനം ഓടിക്കുന്നതിലേക്ക് ഒക്കെ നാം ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്പീഡിന് ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നന്മകളുടെ കാര്യത്തിൽ, വിശിഷ്യ റമദാൻ മാസത്തിൽ നല്ല കാര്യങ്ങൾ, ഖൈറുകൾ, ഇഹ്സാൻ, മുഹ്സിനീങ്ങൾ ഇഹ്സാൻ ചെയ്യുന്ന കാര്യത്തിൽ, സുഹൃതങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ലിമിറ്റും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അതാണ് വസാരിഊ എന്ന് പറഞ്ഞത്. നിങ്ങൾ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞത് ആ അടിസ്ഥാനത്തിലാണ്. ആ ധൃതിപ്പെടൽ ഈ റമദാന്റെ നാളുകളിൽ അതല്ല മറ്റുള്ള സന്ദർഭങ്ങളെ പോലെ തന്നെ ആയിരുന്നുവോ ഈ റമദാനും എന്നുള്ള ഒരു പരിശോധന. ഇങ്ങനൊരു ആത്മപരിശോധനയാണ് റമദാൻ വിട പറയുമ്പോൾ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ നാം ചിന്തിക്കേണ്ട കാര്യം, ഒരാള് നമ്മുടെ വീട്ടിലേക്ക് ഒരതിഥിയെ പറഞ്ഞയക്കുന്നു എന്ന് വിചാരിക്കാം. ആ അതിഥി നമ്മളുടെ വീട്ടിൽ വന്നു, അയാൾ ഒരു മാസക്കാലം നമ്മളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞയച്ചാണ് പറയുകയും ചെയ്യുന്നു. ആ അതിഥി നമ്മളുടെ വീട്ടിൽ വന്ന് നിന്നു. ആ അതിഥിയോടുള്ള നമ്മുടെ ആതിഥേയത്വം എങ്ങനെയായിരുന്നു? ആ ആതിഥേയത്വം വഹിച്ചവൻ ഏത് രൂപത്തിലായിരുന്നു അതിഥിയോട് പെരുമാറിയത്? അയാളോട് നല്ല നിലയിൽ പെരുമാറിയോ, അതല്ല ഒരു അനിഷ്ടകരമായ നിലയിലായിരുന്നുവോ സമീപനം എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കി ഒരു മാസക്കാലം നമ്മളോടൊപ്പം ജീവിച്ച അതിഥി നമ്മുടെ സന്തോഷം പങ്കിട്ട്, നമ്മുടെ സന്താപം പങ്കിട്ട്, അങ്ങനെ പറഞ്ഞയച്ച ആളിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അങ്ങനെ തിരിച്ചു ചെല്ലുമ്പോൾ ഈ ഒരു മാസക്കാലം അതിഥിയായി നമ്മുടെ ഒപ്പം നിന്ന ആള് ആരാണോ പറഞ്ഞയച്ചത് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അയാൾ വളരെ മോശമാണ് സമീപനം, നല്ല ഫുഡ് തന്നിട്ടില്ല, നല്ല സമീപനമല്ല, നല്ല ഒരു വർത്തമാനം പോലുമില്ല, മുഖം പ്രസന്നതയോടൊന്ന് നോക്കിയിട്ട് പോലുമില്ല, ഇങ്ങനെയുള്ള രൂപത്തിൽ ഒരു റിസൾട്ട് അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ ആ ആതിഥേയനെ കുറിച്ച് എന്താണ് മനസ്സിൽ നമ്മൾ കാണുക? ഇതേപോലെ വർഷത്തിലൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ എന്ന അതിഥിയെ നമ്മുടെ ജീവിതമാകുന്ന താമസ സ്ഥലത്തേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഓരോരുത്തരുടെയും മനോഗതം, സമീപനം, രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു, ആ സ്വീകരിച്ച രൂപം എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ആ അതിഥി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ പറഞ്ഞു വിട്ട അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തുമ്പോൾ, അള്ളാഹുവേ, ഈ അതിഥി, ഈ വിശ്വാസിയായ മനുഷ്യൻ 100% ആതിഥേയത്വം വളരെ വളരെ സന്തോഷകരമായിരുന്നു, സംതൃപ്തികരമായിരുന്നു എന്ന് പറയുമോ? അതല്ല, ഈ ആതിഥേയൻ അവൻ പിന്നെ മറ്റു കാലങ്ങളിലെ പോലെ തന്നെ എന്നെയും കണ്ടിട്ടുണ്ടോ എന്നാണോ പറയുക എന്നുള്ള ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ നല്ലതാണ്. ആ അതിഥിയായി വന്ന റമദാൻ നമ്മുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് നല്ല ആതിഥേയത്വമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയായിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കണം. ഏതായിരുന്നാലും നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ ആ നന്മകൾ പൂർണ്ണമായും അല്ലാഹു സ്വീകരിക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്, നോമ്പ് വിട പറഞ്ഞു പോകുമ്പോൾ ഗൗരവമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം, ഞാൻ ഈ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? അതിന്റെ സ്വീകാര്യതയ്ക്ക് പറ്റുന്ന
ക്വാളിറ്റി ആയിരുന്നുവോ എൻ്റേത്? ഇപ്പൊ ഉദാഹരണം, നോമ്പ് പിടിക്കുമ്പോൾ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പ് പിടിക്കണം. രാത്രി നിന്ന് നമസ്കരിക്കുമ്പോൾ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നിന്ന് നമസ്കരിക്കണം. എങ്കിലേ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടൂ, അതിന്റെ ശ്രേഷ്ഠതയ്ക്ക് അറിയാതെയുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ട് നമുക്ക് ഈമാനുമില്ല, ഇഹ്തിസാബും ഇല്ലാത്ത നിലയിലാണ് എങ്കിൽ അതിന്റെ സ്വീകാര്യതയ്ക്ക് ബുദ്ധിമുട്ടാണ്. തന്നെയുമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക. സ്വീകരിക്കപ്പെട്ടേക്കും എന്നങ്ങോട്ട് വിചാരിക്കലല്ല, സ്വീകരിച്ചേക്കും എന്ന് കരുതലുമല്ല, മറിച്ച് ചെയ്യുന്നത് കുറ്റമറ്റ നിലയിൽ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഇനിയുള്ള മണിക്കൂറുകൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. കാരണം നമുക്ക് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാതൃക പുരുഷനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയും പുത്രനായ ഇസ്മായിൽ നബിയും കൂടി പരിശുദ്ധ കഅബ പടുത്തുയർത്തുക എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന പൂർണ്ണമായും ശിരസാ വഹിച്ച് പടുത്തുയർത്തി കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് മാതൃകയാണ്, നമുക്ക് അനുകരണീയമാണ്. കാരണം എന്താ? ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യമാണ് എന്നുള്ളത് തന്നെ. ഇപ്പൊ നോമ്പനുഷ്ഠിച്ചു, എനിക്ക് പറ്റുന്ന പോലെ പട്ടിണി കിടന്ന് ഞാൻ ദാഹം ശമിച്ച് അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നോമ്പ് പിടിക്കാൻ പറയാൻ പിടിച്ചിട്ടുണ്ട്. അള്ളാഹ് സ്വീകരിച്ചോട്ടെ എന്നുള്ള മനോഭാവം അല്ല വേണ്ടത്. ഞാനത് ചെയ്യാവുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. പോരായ്മയുണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ചുകൊണ്ട് അള്ളാഹുവെ എന്റെ വൃതാനുഷ്ഠാനം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പ്രാർത്ഥിച്ചേ തീരൂ. പോരായ്മകളില്ലാത്ത ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാതെ രക്ഷയില്ല. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന ആ പ്രാർത്ഥനയ്ക്ക് അധിഷ്ഠിതമായി എന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ എന്നുള്ള ആത്മാർത്ഥമായ ഒരു മാനസികാവസ്ഥ ഈ നാളുകൾ നാം സൃഷ്ടിക്കേണ്ടതുണ്ട്. അത് തന്നെയുമല്ല, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു 50 രൂപ സദഖ കൊടുക്കുന്നു, പടച്ചവനെ ഇതെന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ നമ്മൾ പറഞ്ഞാല് ആ നിയ്യത്തുണ്ടായാലേ അതിന് പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ചാലല്ലാതെ നമ്മളുടെ നന്മകൾക്കൊന്നും അല്ലെങ്കിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾക്കൊന്നും പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദ്ധരണി ഉണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യഖ്ബലു ഖൗലൻ ബിലാ അമലിൻ വലാ അമലൻ ബിലാ ഇഖ്ലാസ്. ആത്മാർത്ഥത ഇല്ലാത്ത ഒരു പ്രവൃത്തി അള്ളാഹ് സ്വീകരിക്കൂല എന്നാണ്. അതുപോലെ തന്നെ കിതാബിന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാത്തതും അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്റെ പ്രവൃത്തികളെന്നും അതിന്റെ വിരുദ്ധമായ എന്നിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അത് തന്നെ അള്ളാഹു സ്വീകരിക്കണേ എന്നുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ പ്രാർത്ഥനാ നിർഭരമായ മനസ്സാണ് ഇനി ഉള്ള മണിക്കൂറുകൾ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. തന്നെയുമല്ല, ജീവിതത്തിൽ ഏത് നന്മ ചെയ്താലും എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകണം. അതുപോലെ ഇനി മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമ്പ് ഇവിടെ പറയുമ്പോൾ എല്ലാ നന്മകളും നോമ്പിനോടൊപ്പം അങ്ങ് പോകരുത്, അത് ശ്രദ്ധിക്കണം. കാരണം പരിശുദ്ധ റമദാനിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളിൽ, നിർബന്ധ കർമ്മങ്ങളിൽ, ഐച്ഛികമായ കാര്യങ്ങളിൽ എന്താണ് നമുക്ക് ഒഴിവാക്കാനുള്ളത്? രണ്ട് കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, പരിശുദ്ധ റമദാനിലെ നിർബന്ധമായ ഈ നോമ്പ്, അത് ഇനി അടുത്ത ദിവസങ്ങൾ മുഴുവൻ നോമ്പ് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുഴുവൻ നിർബന്ധ നോമ്പില്ല. ഐച്ഛികമായ നോമ്പുകൾ, ശവ്വാൽ 6 നോമ്പ് തുടങ്ങി അങ്ങോട്ട് നോമ്പുകൾ വേറെ പലതും ഉണ്ടാകാം. അങ്ങനെയുള്ള നോമ്പുകളെ കുറിച്ചല്ല, പരിശുദ്ധ റമദാനിൽ നിർബന്ധമായി ഓരോ വിശ്വാസിയും അനുഷ്ഠിച്ചിരുന്ന മറ്റൊക്കെ ഐച്ഛികമാണ്. ചെയ്യുന്നവരുണ്ടാകാം, ചെയ്യാത്തവരുണ്ടാകാം. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അതുപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പ്. ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത് ഈ റമദാനിന്റെ നോമ്പിനോട് തുടർത്തിയിട്ട് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഒരു വർഷത്തിൽ നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത്. അത് ഒരു നന്മയ്ക്ക് 10, അപ്പൊ 30 ദിവസത്തിന് 300, 6 ദിവസത്തെ നോമ്പിന് 60, 365 ദിവസമാണല്ലോ ഒരു വർഷം എന്ന് പറയുന്നത്. ആ നിലയിൽ നോമ്പ് പിടിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഐച്ഛികമായ നോമ്പ് അതല്ല ഞാൻ പറയുന്നത്. നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ഈ നോമ്പ് ഇനി ഇൻഷാ അള്ളാഹു നമുക്ക് ആയുസ് നൽകുമെങ്കിൽ അടുത്ത വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ നോമ്പ് അങ്ങോട്ട് ഒഴിവാക്കാതെ വെക്കുക, നിർബന്ധ നോമ്പ്. പിന്നെ രാത്രിയിലുള്ള ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സ്ഥിരമായി നമ്മൾ പള്ളികളിൽ ഇമാമിനോടൊപ്പം നിർവഹിക്കുന്ന 8, 3, 18 റക്അത്ത്
നമ്മുടെ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ ഖിയാമു റമദാൻ അല്ലെങ്കിൽ തറാവിയഹ് ആ സംഘടിത രൂപത്തോടു കൂടിയുള്ള ഒരു നമസ്കാരം ഇശാക്ക് ശേഷം ഉണ്ടാവില്ല എന്ന് ഒഴിച്ചു നിർത്തിയാൽ വിത്ര നമസ്കാരം ഇല്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, ഖിയാമുൽ ലൈൽ ഇല്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, തഹജ്ജുദ് ഇല്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇതൊഴിച്ചു നിർത്തിയാൽ പിന്നെ സത്യം പറയൽ ജീവിതത്തിൽ എന്നും വേണ്ടതാണ്, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളൽ എന്നും വേണ്ടതാണ്. അത് റമദാനിൽ മാത്രം പോരാ. മറ്റുള്ളവരോട് ശണ്ട കൂടുക, വഴക്കിടുക, വക്കാണമുണ്ടാക്കുക, ഛിദ്രതയുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക, കുടുംബബന്ധങ്ങൾ തകർത്ത് കളയുക, മനുഷ്യബന്ധങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റമദാൻ അല്ലാത്തപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താണോ ഈ റമദാൻ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ചൈതന്യം, അത് ഇനിയുള്ള കാലങ്ങളിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ശവ്വാൽ 1 പെരുന്നാൾ നമസ്കാരം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ അന്നത്തോടുകൂടി ഈ ഒരു മാസക്കാലം ആർജിച്ചെടുത്ത സർവ്വ നന്മകളും കുഴിച്ചു മൂടുന്ന, നമ്മളോട് വിട പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം എത്തുന്നത് എങ്കിൽ ഈ നോമ്പ് ഒരു സ്വാധീനവും എന്നിലും നിങ്ങളിലും നമ്മിൽ ഓരോരുത്തരും ചെലുത്തിയിട്ടില്ല എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ അതുപോലെ ഈ സരണിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക, തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. പെട്ടെന്ന് നമ്മൾ വഴിവഴിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. പിശാച് അതിനാണ് കാത്തു നിൽക്കുക. ഇത്രയും കാലം നോമ്പനുഷ്ഠിച്ചും ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥനകളിൽ മുഴുകിയും അള്ളാഹുവിനോടുള്ള ആ സാമീപ്യം ശക്തിപ്പെടുത്തി ഉപവാസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ അർത്ഥം, ഏറ്റവും അടുത്തിരിക്കുക. അള്ളാഹുവുമായി ഏറ്റവും അടുത്തിരിക്കുക, സൃഷ്ടാവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ഉപവാസമാണ് റമദാനിലെ ഉപവാസം, നോമ്പ്. അപ്പൊ ആ നിലയിൽ നോമ്പ് അള്ളാഹുവുമായി ഏറ്റവും അടുത്തിരിക്കാൻ നമുക്ക് പ്രചോദനം നൽകിയ, ഖുർആനുമായി ഇടപഴകാൻ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന നല്ല നാളുകളായിരുന്നു എന്നുള്ളത് കൊണ്ട് പിശാചിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുസ്വാധീനം ചെലുത്താൻ കഴിയാതെ പോയിട്ടുണ്ടാകാം. പക്ഷേ റമദാൻ വിട പറഞ്ഞ് ഈദുൽ ഫിത്തറും കഴിഞ്ഞ് അതിന്റെ എല്ലാ ചട്ടവട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷം അതേ ഗൗരവത്തിൽ ഇത്രയും ഒരു മാസക്കാലം ഇവനിലുണ്ടായിരുന്ന സർവ്വ നന്മകളും, ഇവൻ ആർജിച്ചെടുത്ത സർവ്വ നന്മകളും ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു സമീപനം കൊണ്ടോ നമ്മിൽ നിന്ന് തേയിച്ച് മായ്ച്ചു കളയാൻ പിശാചി ശ്രമിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുണ്ടാകണം. അതാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നൊക്കെയുള്ള പ്രാർത്ഥനയുടെ പൊരുള്. അതുപോലെ തന്നെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനി, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എപ്പോഴാണ് നമ്മളുടെ സബാത്ത്, സ്ഥൈര്യം ഈ ദീനിൽ ഉറപ്പിച്ചു നിൽക്കുക, പിന്നെ നേരെ ചൊവ്വേ നിൽക്കുക എന്നുള്ള ആ ഇസ്തിഖാമത്ത് അതെപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവാ എന്ന് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാൾ രാവിലെ വിശ്വാസിയായി ജനിക്കുന്നു, തീരുന്നു, വൈകുന്നേരം കാഫിറായി മരിക്കുന്നു എന്നൊക്കെ റസൂല് പറഞ്ഞ പ്രയോഗങ്ങളുണ്ടല്ലോ. പെട്ടെന്നായിരിക്കും പാളിച്ചകൾ സംഭവിക്കുക, കുതറിപ്പോഴുക, വീഴ്ചകളിലേക്ക് പോവുക, തെറ്റുകളിലേക്ക് കൂപ്പുകുത്തുക. ഇതൊക്കെ നാം സ്ഫുടം ചെയ്തെടുത്ത ഈ നമ്മളുടെ ആത്മാവും നമ്മുടെ ശരീരവും വീണ്ടും തെറ്റിലേക്കും ചേറിലേക്കും വീണുപോകുന്നതിന് വഴിയൊരുക്കും. അതിന് പിശാച് കാത്തുകെട്ടി നിൽക്കുന്ന സന്ദർഭമാണ്. അവൻ അള്ളാഹുവിനോട് ഓഫർ ചെയ്തതാണ്, എന്നെ നീ പിഴപ്പിച്ച കാരണം നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കും, എന്നിട്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും ഒക്കെ ഞാൻ ചെന്നെന്റെ പണി ഞാൻ ചെയ്യും. ഭൂരിഭാഗം ആളുകളെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ല എന്ന് അള്ളാഹുവിനോട് പിശാച് പറഞ്ഞതാണ്. അത് പാലിക്കാനുള്ള ശ്രമം അവൻ നടത്തിക്കൊണ്ടേയിരിക്കും. അത് പരാജയപ്പെടുത്താനുള്ള കഠിന പ്രയത്നം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ആ നിലയിൽ ഈ ഒരു സ്ഥൈര്യം, ഈ നന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഈ റമദാൻ വിട പറയുന്ന വേളയിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട, നാം സംരക്ഷിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. ഇനി റമദാൻ വിട പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ആഘോഷമുണ്ട് അതിന്റെ മുന്നിൽ. അതിനാണ് നമ്മൾ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. നോമ്പ് അനുഷ്ഠിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഘോഷിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ആ ആഘോഷം അതിരുവിട്ടു പോകുന്ന ശൈലിയിലേക്ക് പോയിക്കൂടാ. നമ്മുടെ പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് തക്ബീർ മുഴക്കിക്കൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് പോവുക, ആപാരവൃദ്ധം ജനങ്ങളും അതിൽ പങ്കെടുക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക, ഖുതുബ ശ്രവിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, സ്നേഹം പങ്കിടുക, സൗഹൃദം പങ്കിടുക, തിരിഞ്ഞു പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് പെരുന്നാൾ ദിവസം ചെയ്യാനുള്ളത്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം പുതുക്കുക, ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, ഇങ്ങനെ പലതുകൊണ്ട് നമുക്ക് ചെയ്യാൻ.
ആ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ ആഘോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 30 ദിവസം നേടിയെടുത്ത സർവ്വ നന്മകളും ഒരൊറ്റ മണിക്കൂറോ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളോ കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളിലേക്കും മറ്റും ഒരിക്കലും ചെന്ന് പെടാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. സന്തോഷിക്കണം. ആഘോഷം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളതാണ്. സന്തോഷിക്കാനുള്ള അവസ്ഥയെ ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. മറിച്ച് ആ സന്തോഷം അതിര് കവിഞ്ഞ് അത് ആഭാസമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ഇസ്ലാം അവിടെ അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിൽ നമ്മൾ നിൽക്കണം. അങ്ങനെയുള്ള പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വലിയ നിർബന്ധ ബാധ്യത കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട് ഈ റമദാൻ വിട പറയുന്ന വേളയിൽ. അതെന്താണ്? ഫിത്ർ സക്കാത്താണ്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിന് വേണ്ടി നൽകുന്ന സക്കാത്ത്. ഫിത്ർ സക്കാത്തിന് 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, അത് നോമ്പുകാരനിൽ വന്ന പാളിച്ചകൾ, ലഹുവ്, റഫത്ത്, അവനിൽ വന്ന അനാവശ്യ സംസാരം, അനാവശ്യ പ്രവൃത്തികൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ശരി, നോമ്പ് ഇന്നതുപോലെ പിടിക്കണം, ഉപദേശങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോ മനസ്സിലാക്കാത്ത നിലയിലുള്ള എന്തെങ്കിലും ഫോൾട്ടുകൾ ഈ നോമ്പ് അനുഷ്ഠിച്ച സന്ദർഭങ്ങളിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധീകരിക്കാൻ കൂടിയിട്ടാണ് ഈ ഫിത്ർ സക്കാത്ത് തിരിച്ചറിയുമ്പോഴാണ് നോമ്പ് പിടിച്ച ഓരോരുത്തരും പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞ് മിച്ചം വെക്കാൻ കഴിവുള്ള ഓരോരുത്തരും ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ടല്ലാതെ ഈദ്ഗാഹിലേക്ക്, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോയിക്കൂടാ. ആ ഒരു ബാധ്യത നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം തിരിച്ചറിയേണ്ടത് അത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വലിയ ധനാഢ്യന്മാരായ ആളുകൾക്ക് മാത്രം ചെയ്യേണ്ടതല്ല. മറിച്ച് പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിച്ച് മിച്ചം വെക്കാൻ ബാക്കിയുള്ള ഓരോരുത്തരും ഒരു ഭക്ഷണ സാധനം, നമ്മുടെ നാട്ടിലെ പ്രധാന ആഹാരമായ അരി നമ്മൾ അത് ശേഖരിച്ച് സംഘടനാ തലത്തിൽ സംഘടിതമായി ശേഖരിച്ച് അർഹരായ ആളുകൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോകുമ്പോൾ നമ്മളെന്തായി? ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നവരായി. ഒപ്പം സ്വന്തം നോമ്പിൽ വന്ന മോശമായ കാര്യങ്ങൾ, ഫോൾട്ടുകൾ ശുദ്ധീകരിക്കാനുള്ള അവസരവുമായി. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാകണം നമ്മൾ നോമ്പ് നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ, അതിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. പ്രധാനമായി നോമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായം പറയുന്ന, നമുക്ക് റയ്യാനെന്നുള്ള കവാടം തുറന്നിടപ്പെടുന്ന, സ്വർഗത്തിലെ ഉന്നതമായ പദവി ലഭ്യമാക്കുന്ന, സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തരായി മോചിതരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വഴിയൊരുക്കുന്ന, അങ്ങനെ ഈ നാളുകളിൽ നേടിയെടുത്ത സർവ്വ പരിശീലനങ്ങളും തുടർ ജീവിതത്തിലും നിലനിർത്തിക്കൊണ്ടു പോകുന്ന രൂപത്തിൽ നോമ്പ് വിട പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നമ്മളുടെ വിജയം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഈ നോമ്പ് വെറും പട്ടിണിയായി മാറും. ഈ രാത്രി നമസ്കാരം വെറും ഉറക്കമൊഴിക്കലായി തീരും. ദാനധർമ്മങ്ങൾ മുഴുവനും എന്തോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയായി മാറും. സക്കാത്ത് കൊടുത്തത് അങ്ങനെയായി മാറും. അങ്ങനെയൊന്നും ഇല്ലാത്ത നിലയിൽ ആയിത്തീരാനുള്ള പ്രാർത്ഥനയും സമീപനവുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നോമ്പെന്ന അതിഥി, റമദാൻ എന്ന ഈ അതിഥി നമ്മളുടെ വർഷത്തിലൊരിക്കൽ നമ്മിലേക്ക് കടന്നു വന്ന് തിരിച്ച് നിയോഗിച്ച അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് ഇവരുടെ ആതിഥ്യം വളരെ സംതൃപ്തമായിരുന്നു നാഥ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ നോമ്പും അനുബന്ധ കർമ്മങ്ങളും ആയിത്തീരാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർ ജീവിതത്തിൽ ഈ റമദാന്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സ്വന്തം നിലയിലും സമൂഹത്തോടുള്ള ബാധ്യതയും കൃത്യമായി നിറവേറ്റിക്കൊണ്ട് തുടർ ജീവിതം ധന്യമാക്കാൻ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.